നസ്രുൽ കരീം ജീവിതം മുന്നോട്ടു നയിക്കാൻ സ്വന്തം നാടുവിട്ട് സൗദിയിലെ ഒരു നഗരത്തിലെത്തിയ ഒരാൾ. ആ നഗരത്തിലെ തെരുവുകൾ വൃത്തിയാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. കൈയിൽ ചൂൽ, വിയർപ്പിൽ നനഞ്ഞ മുഖം, ദിവസവും ആവർത്തിക്കുന്ന ഒരേ ദിനചര്യ. ഒരു ദിവസം ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു വലിയ സ്വർണ്ണക്കടയ്ക്ക് മുന്നിൽ അദ്ദേഹം അല്പനേരം നിന്നുപോയി. ചില്ലുവാതിലിനപ്പുറം വെളിച്ചത്തിൽ തിളങ്ങുന്ന ഒരു മനോഹരമായ സ്വർണ്ണാഭരണം. അദ്ദേഹം ആ ആഭരണം കുറേ നേരം നോക്കി നിന്നു. അത് ശ്രദ്ധിച്ച ഒരു യുവാവ് അദ്ദേഹത്തിന്റെ ചിത്രം മൊബൈലിൽ പകർത്തി. ഇയാൾക്കിത് നോക്കി നിൽക്കാനേ യോഗമുള്ളൂ എന്ന തരത്തിലുള്ള പരിഹാസപൂർവമായ കുറിപ്പോടെ സോഷ്യൽ മീഡിയയിൽ അത് പങ്കുവച്ചു. ഒരു സാധാരണ തൊഴിലാളിയെ, അദ്ദേഹത്തിന്റെ അവസ്ഥയെ ലോകത്തിനു മുന്നിൽ അവഹേളിക്കാനായിരുന്നു ആ ശ്രമം. എന്നാൽ സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ ചിത്രം ലോകത്തിന്റെ മനസ്സുമാറ്റി. പരിഹാസം കരുണയായി, അവഗണന ആദരമായി. അനേകം പേർ അദ്ദേഹത്തെ തേടിയിറങ്ങി. ഒടുവിൽ അദ്ദേഹത്തെ കണ്ടെത്തി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് സഹായങ്ങൾ ഒഴുകിയെത്തി. പണം, സമ്മാനങ്ങൾ, ഫോൺ, വീട്ടുസാധനങ്ങൾ. ഇതിനിടയിൽ ആ സ്വർണ്ണക്കടയുടെ ഉടമയും ഈ സംഭവത്തെക്കുറിച്ചറിഞ്ഞു. ഒരു ദിവസം ജ്വല്ലറി ഉടമ അദ്ദേഹത്തെ ജ്വല്ലറിയിലേക്ക് ക്ഷണിച്ചു. അന്ന് ചില്ലിനപ്പുറം നിന്ന് അദ്ദേഹം നോക്കി നിന്ന അതേ ആഭരണം സ്വർണ്ണക്കടക്കാരൻ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അദ്ദേഹത്തിന്റെ കയ്യിൽ സൗജന്യമായി ഏൽപ്പിച്ചു. അതൊരു സമ്മാനം മാത്രമല്ലായിരുന്നു, ഒരു മനുഷ്യനോടുള്ള ആദരവും അംഗീകാരവുമായിരുന്നു. പിന്നീട് ആ ശുചീകരണ തൊഴിലാളിയെക്കുറിച്ച് സമൂഹമറിഞ്ഞത് വളരെ വിലപ്പെട്ട ഒരു സത്യമായിരുന്നു. അദ്ദേഹത്തിന് ലഭിക്കുന്ന ചെറിയ വരുമാനത്തിൽ നിന്നുപോലും വഴിയോരങ്ങളിൽ കഴിയുന്ന മിണ്ടാപ്രാണികൾക്കായി അദ്ദേഹം ഭക്ഷണം മാറ്റിവെക്കുമായിരുന്നു. ഒരിക്കലാരോ അദ്ദേഹത്തോട് ചോദിച്ചു, ആ ദിവസം ആ സ്വർണ്ണാഭരണത്തെ ഇത്ര ശ്രദ്ധയോടെ നോക്കി നിന്നത് എന്തിനായിരുന്നു? അദ്ദേഹത്തിന്റെ മറുപടി ഹൃദയം തൊടുന്നതായിരുന്നു. എന്റെ മകന്റെ വിവാഹത്തിന് അവനെ സഹായിക്കാൻ എനിക്ക് കഴിയുമോ എന്നൊരു നിമിഷം ഞാൻ ചിന്തിച്ചു. മകന്റെ ജീവിതത്തിന് ഒരു താങ്ങാകണം എന്ന ഒരു പിതാവിന്റെ നിശബ്ദമായ ആഗ്രഹം മാത്രം. ലോകം ചിലപ്പോൾ വൈകിയാണ് മനസ്സിലാക്കുന്നത്. വിലയിരുത്താൻ പഠിക്കുന്നതിലുപരി ബഹുമാനിക്കാൻ പഠിക്കേണ്ട മനുഷ്യർ നമുക്കിടയിൽ തന്നെയുണ്ടെന്ന സത്യം. ഇതുപോലെയുള്ള നേർക്കഥകൾക്കായി ഞങ്ങളെ പിന്തുടരൂ.